വെറും ആഴ്ചകൾക്ക് മുമ്പ് മഹാകുംഭമേളയുടെ ആഘോഷനഗരിയിൽ മാലയും വളയും വിറ്റുകൊണ്ടിരുന്ന ഒരു നാടോടി പെൺകുട്ടി ഇന്നവൾ ലോക പ്രശസ്തയായത് നമുക്കെല്ലാം അറിയാം. മൊണാലിസ എന്ന മോണി ഭോസ്ലെ. നാളെ രാവിലെ അവൾ കേരളത്തിൻ്റെ മണ്ണിൽ കാലുകുത്തുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ അതിഥിയായി കോഴിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിനെത്തുന്നു. സൗന്ദര്യത്തിൻ്റെ ശരീര ഭംഗിയിൽ അഹങ്കരിക്കുന്ന മലയാള താരത്തിന് ഒരു തിരിച്ചടിയായി വേണമെങ്കിൽ ഇതിനെ കാണാം. ലക്ഷങ്ങളാണ് ബോച്ചെ മൊണാലിസയ്ക്ക് പ്രതിഫലമായി നൽകുന്നത്. സിനിമയിൽ മൊണാലിസയ്ക്ക് ക്ഷണം ലഭിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. ഡയറി ഓഫ് മണിപ്പൂർ എന്ന സിനിമയുടെ ഓഫറാണ് മൊണാലിസയ്ക്ക് കിട്ടിയത്. ഈ ചിത്രത്തിനും അവളുടെ ജീവിതങ്ങൾ മാറ്റിമറിക്കുന്ന നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, പണമായും പദവിയായും. സോഷ്യൽ മീഡിയയുടെ ഒരു ശക്തി വിശേഷമായി നമുക്കിതിനെ കാണാം. ഒരു മനുഷ്യൻ്റെ വ്യക്തി ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്ക് ഇന്നത്തെ കാലത്ത് ചെറുതല്ലെന്നുള്ള സത്യം നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അതാണ് മോണി ഭോസ്ലെയെ ഇത്ര വലിയ നിലയിലേക്ക് എത്തിച്ചത്. കല്ലുമാലയും കമ്മലും വളയും വിറ്റുകൊണ്ടിരുന്ന മോണി ഭോസ്ലെ ഈ നിലയിലേക്ക് എത്തിച്ചേരാനുണ്ടായ കാരണങ്ങൾ വെറും 1-2 ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആദ്യം പ്രചരിച്ചതായിരുന്നു. തുടർന്നുള്ള സോഷ്യൽ മീഡിയയുടെ ആൾക്കാരുടെ വൻ പ്രവാഹം അവളുടെ അടുത്തേക്കുണ്ടായി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് അവൾ എത്തിയത്. ബോബി ചെമ്മണ്ണൂരിൻ്റെ ഒരു മധുര പ്രതികാരമെന്ന നിലയിലാണ് കേരള ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ കാണുന്നത്. അദ്ദേഹത്തോട് ഇഷ്ടമുള്ള, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഫാൻസുകാർക്ക് എല്ലാം ഇതൊരു ആഘോഷമാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്.